സുഹൃത്തുക്കളെ നമസ്കാരം. ഏകദേശം ഒരു 2.5 അടിയോളം വെള്ളം ഈ ഭാഗത്ത് കുറഞ്ഞു. എന്നാലേ വീടുകളിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾ ഇങ്ങനെ ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കറണ്ടില്ല, ഇന്ന് കറണ്ട് വരുമെന്ന് തോന്നുന്നില്ല എന്നാണ് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു സ്റ്റാഫ് നമ്മളോട് പറയുന്നത്. അപ്പം വെള്ളം ടാങ്കുകളിലെ വെള്ളമെല്ലാം തീർന്നു. വെള്ളത്തിൻ്റെ പ്രശ്നം, ടാങ്കുകളിൽ വെള്ളമില്ല, കറണ്ടില്ല, പിന്നെ ലോകവിവരം അറിയാൻ ഇൻവെർട്ടറിൻ്റെ എല്ലാം ചാർജ് തീർന്നു, ഒന്നുമില്ല. എല്ലാം പ്രശ്നമാണ്. വെള്ളം ഇറങ്ങിയാലേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ടാങ്കുകളിലൊന്നും വെള്ളമില്ല. നമുക്ക് രാവിലെ വള്ളത്തെ പോയി വേറെ വീട്ടിൽ പോയി ചെന്ന് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ടാണ് അതാ പറഞ്ഞാൽ തിരക്കി വിട്ടുന്ന വെള്ളമാണ്, പക്ഷേ കുടിക്കാൻ വെള്ളമില്ല. അതാണ് സാഹചര്യം. ഒരു 2.5 അടി വെള്ളം താന്നിട്ടുണ്ട്. ഇനിയും വെള്ളം പൊങ്ങുമോ? മൂഴിയാർ ഡാമൊക്കെ തുറക്കാൻ പോവുകയാണെന്ന് പറയുന്നു, നമുക്കറിയില്ല. നാട്ടിലൊക്കെ വെള്ളം ഇങ്ങനെ കലങ്ങിയിട്ടുണ്ട്. രാജോ ഒരു 2.5 അടി കുറഞ്ഞിട്ടുണ്ട്. എല്ലാം കുറഞ്ഞു. വള്ളങ്ങളും ജംഗ്ഷനിലൊക്കെ വെള്ളം താന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. എനിക്ക് തോന്നുന്നു ഇങ്ങനെയാണെങ്കിൽ 2 ദിവസം കൂടെ വെള്ളം കിടക്കും. ഇനി വെള്ളം കയറിയില്ലെങ്കിൽ 2 ദിവസം കൂടെ വെള്ളം കിടന്നാലേ വീടുകളിൽ നിന്ന് വെള്ളം ഇറങ്ങി പോകത്തുള്ളൂ. അതുവരെ ദുരിത ജീവിതം. ഇതൊക്കെയാണ് ഈ ഞങ്ങളുടെ വള്ളംകുളം പ്രദേശത്തെ സാഹചര്യം. ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ വള്ളംകുളം മഞ്ഞൂർ റൂട്ടിൽ കൂടെ 2 വീലർ പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്തായാലും കാറൊക്കെ പോകും എന്നാണ്. വെള്ളമൊക്കെ താഴ്ന്നതുകൊണ്ട് കാറൊക്കെ പോകും, കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ വെള്ളത്തിനെയൊക്കെ അതിജീവിച്ച് വള്ളത്തേൽ പോകുന്നു. കുഴപ്പമില്ല. 2012 വെള്ളപ്പൊക്കത്തോടുകൂടി നമുക്കത് ശീലമായി. പിന്നാലും ജീവിക്കാം എന്നൊരു ജനങ്ങളൊക്കെ എപ്പോഴും നല്ല തയ്യാറെടുപ്പായി ഇപ്പം. അതുകൊണ്ടാണ് അപകടങ്ങളൊക്കെ ഒരുപാട് കുറഞ്ഞത്. ജനങ്ങൾക്കിപ്പോൾ അറിയാം വെള്ളം പൊങ്ങിയാൽ എന്ത് ചെയ്യണം. പിന്നെ രക്ഷാസേനക്കാരൊക്കെ മറ്റ് നിവൃത്തിയില്ലാതെ വിട്ടുപോയ ആൾക്കാരെയൊക്കെ എത്തിക്കാൻ വേണ്ടി അവർ വന്നേ പറ്റും.